റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന പ്രതിമാസ വാടക മുടങ്ങിയതോടെ കടലെടുത്ത വീടിന് സമീപം ടാർപോളിൻ കെട്ടിയ ഷെഡിൽ ജീവിക്കുകയാണ് ഗ്ലേഡിസ് ലോപ്പസും കുടുംബവും. കടലാക്രമണ ഭീഷണിയുള്ള സ്ഥലത്താണ് 4 അംഗ കുടുംബം ഭയന്ന് ജീവിക്കുന്നത്. വെട്ടുകാട് തീവ്രമായ കടലേറ്റമുള്ളപ്പോഴാണ് യാതൊരു സുരക്ഷയുമില്ലാത്ത പ്രദേശത്ത് ഗ്ലേഡിസും കുടുംബവും ഷെഡിൽ അന്തിയുറങ്ങുന്നത്. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണോ അവർക്ക് അങ്ങനെ ഈ ഒരു ദുരിതത്തിൽ തുടരേണ്ടി വരുന്നത്? സുജയ, 2 ദിവസം മുൻപാണ് ഈ പ്രതിമാസ വാടക മുടങ്ങിയ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ 4 മാസമായി സർക്കാരിൽ നിന്നും ഫിഷറീസ് വകുപ്പിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന 5500 രൂപ പ്രതിമാസ വാടക ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വാടക കൊടുക്കാൻ കഴിയാതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഗ്ലേഡിസ് ലോപ്പസും കുടുംബവും ഇപ്പോൾ തങ്ങൾ ജീവിച്ചു വന്നിരുന്ന ആ വെട്ടുകാട് മണ്ണിൽ 2021 കടലെടുത്തത്. അങ്ങനെ കടലെടുത്ത് വീട് നഷ്ടപ്പെട്ടപ്പോൾ ഇന്നിപ്പോൾ തിരികെ അവിടെ വന്ന് യാതൊരുവിധ സുരക്ഷയുമില്ലാത്ത ഈ സ്ഥലത്ത് വന്ന് ഇപ്പോൾ ടാർപോളിൻ വിരിച്ച ഒരു ഷെഡിൽ കഴിയേണ്ടി വരികയാണ് 4 അംഗ കുടുംബം. ഗ്ലേഡിസ് ലോപ്പസ് നമുക്കൊപ്പം ഇവിടെ ഉണ്ട്. ചേച്ചി, എത്ര നാളായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്? ഞങ്ങൾക്ക് 2021 മുതലാണ് വീട് പോകാൻ തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ രണ്ട് 3 പ്രാവശ്യം പിന്നെ പണിക്കാർ വീട് ചെന്നിട്ടുണ്ട്. അതിനെ അവസരത്തിൽ നമുക്ക് ബാക്കി തെങ്ങുണ്ടായിരുന്നു, എല്ലാം പോയി. വാടക മുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? 5 മാസമാകുന്നു വാടക മുടങ്ങിയിട്ട്. 5 മാസമാകുന്നു വാടക മുടങ്ങിയിട്ട്. നമ്മളന്നേരം ഈ കൊച്ചു പയ്യൻ്റെ ഈ തെങ്ങിന് കയറിയൊക്കെ തന്നെ നമ്മൾ പോകുന്നത്. 1, 2, 3 തെങ്ങിന് കയറും, വരും, വേവിക്കും, കഴിക്കും, കിടക്കും. പിന്നെ വൈകുന്നേരം തോന്നുമെങ്കിൽ പോകും, ഇല്ലെങ്കിൽ കിടക്കും. പിന്നെ പിറ്റേ രാവിലെ പോകും. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാലം കഴിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു പേരും ഇല്ല. എത്ര മക്കളുണ്ട് ചേച്ചി? എനിക്ക് 3 പേരുണ്ട്. ഇപ്പോൾ 1 മാത്രമേ വീട്ടിൽ ഉള്ളൂ. 2 പേര് കല്യാണം കഴിച്ചു പോയി. ഒരു മോളുണ്ടായിരുന്നു, കെട്ടിപ്പോയി. മറ്റൊന്നുമില്ല. ഞങ്ങളെ കുടുംബമായിരുന്നൊക്കെ അവൾ വാർഡ് കൗൺസിലർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നോ? ഇതുവരെ നോക്കിയിട്ടില്ല. ഇതുവരെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. വാടക മുടങ്ങിയ കാര്യം പറഞ്ഞിരുന്നോ? കാരണം ഞങ്ങൾ എല്ലാവരും പോയി പറഞ്ഞു. വാടക മുടങ്ങി എല്ലാവരും പോയി പറഞ്ഞു. ഞങ്ങൾ മറ്റേ ഓഫീസിൽ പോയി പറഞ്ഞു. എന്നിട്ടും ഒരു ഇതില്ല. സുജയ, നമുക്ക് ഈ വീടിൻ്റെ അവസ്ഥ കൂടി ഒന്ന് കാണിക്കണം. കാരണം ഇതൊരു ഒറ്റ ഷെഡാണ്. ഈ ഷെഡിലാണ് ഇപ്പോൾ ഈ കുടുംബം, ഇവരുടെ ഭർത്താവ് ഇപ്പോൾ കടൽപ്പണിക്കൊന്നും പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ട്രോളിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ റിജു ഈ ദൃശ്യങ്ങളൊന്ന് കാണിക്കണം. ഇവരുടെ ഈ മുഴുവൻ ഈ ഇത്രയും കാലം അവർ ജീവിച്ച തുണിയും വസ്ത്രങ്ങളെല്ലാം ഇപ്പോൾ ബാഗുകളിലാക്കി ഇങ്ങനെ ഒരു കൊച്ചു കുടിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നതും ഇവിടെ തന്നെയാണ് ഇപ്പോൾ അടുപ്പ് കൂട്ടി ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥ. ഇവിടെയാണിപ്പോൾ ഇന്നിപ്പോൾ കഞ്ഞി വെച്ചോ എന്നുള്ളൊരു അവസ്ഥ കൂടിയുണ്ട്. കാരണം ഈ ഒരു കഞ്ഞി വെച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ റിജു ഈ ദൃശ്യങ്ങളൊന്ന് കാണിക്കണം. ഇങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എന്നുള്ളതാണ്. കാരണം 225 കുടുംബങ്ങളാണ് പ്രതിമാസ വാടക വാങ്ങുന്നത്. ഈ വാടക ഇപ്പോൾ 4 മാസം ഇവിടെ ഗ്ലേഡിസ് ലോപ്പസ് പറയുന്നത് 5 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്നുള്ളതാണ്. പക്ഷേ വാർഡ് കൗൺസിലറോട് പറഞ്ഞിട്ട് പോലും ഇതുവരെയും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ അവരുടെ മകൻ കൂടി നമുക്കൊപ്പമുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം കടലെടുത്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു കുടുംബമാണ്. ഇനി ഏത് നിമിഷം വേണോ വേലിയേറ്റമുണ്ട്. കാരണം കാലാവസ്ഥ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഭാഗത്ത് നോക്കിയാൽ റിജു ഈ ഭാഗം നോക്കണം. ഈ ദൃശ്യങ്ങളൊന്ന് ഈ ഭാഗത്തേക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എത്രത്തോളം ആഘാതമുണ്ടെന്ന് അറിയാം. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കടൽ കയറി നഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെയാണ് ടാർപോളിൻ പൊതിഞ്ഞ് ഈ 4 അംഗ കുടുംബം ഇവിടെ കഴിയുന്നത്. ഇതിൽ വളരെയധികം ദുഃഖമുണ്ട്. കാരണം അവർ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി ഫിഷറീസ് വകുപ്പിൽ ബന്ധപ്പെട്ടു. പക്ഷേ എന്നിട്ടും ഇതുവരെയും വേണ്ടപ്പെട്ട സർക്കാരോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ തേങ്ങ എടുക്കാനാണ്, തേങ്ങ പറിക്കാനാണ് പോകുന്നത്? തേങ്ങ വെട്ടാണ് എൻ്റെ ജോലി. ഞാൻ തേങ്ങ വെട്ടാനായിട്ട് പുലർച്ചെ പോകും. ഞാൻ രാവിലെ 6 മണിയാകുമ്പോൾ ഇറങ്ങി പോകും. പിന്നെ വരുമ്പോൾ ഒരു 10:30, 11 മണി, ചിലപ്പോൾ 1 മണിയൊക്കെ ആവും. വീട് സർക്കാരിൻ്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. ഒരു ആനുകൂല്യവും ഇല്ല. വാടക മുടങ്ങിയപ്പോഴാണോ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? വാടക മുടങ്ങിയപ്പോഴാണ് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങേണ്ടി ഇവിടെ വന്ന് താമസിക്കേണ്ടി വന്നത്. ഇവിടെ യാതൊരുവിധ സുരക്ഷയില്ലല്ലോ. എങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്? പേടിച്ച് മരണം മുന്നിൽ കണ്ടാണ് ഇവിടെ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ തിരകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് മരണം സംഭവിക്കും. സർക്കാർ എന്തെങ്കിലും സേഫ്റ്റി നോക്കേണ്ടി വരും. നിങ്ങളുടെ വീടല്ലേ ഇവിടെ ഇരുന്നത്? ആ വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ആ വീട് ഫുള്ളായിട്ട് കടലെടുത്തുണ്ട്. 2 തെങ്ങുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇവിടെ തുണിയിലൊക്കെ കല്ലുണ്ടായിരുന്നു. ഈ മതിൽ അങ്ങ് വരെ ഉണ്ടായിരുന്നു. ആ മതിലെല്ലാം പൊളിഞ്ഞു പോയി.
സുജയ, പണ്ട് ഉണ്ടായിരുന്ന ആ മതിലാണ്, ഒരു കോമ്പൗണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു. ആ മതിലിൻ്റെ ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ഇവിടെയായിരുന്നു ഇവരുടെ വീട്. അപ്പോൾ ഈ വീട് പൊളിഞ്ഞ സ്ഥലത്ത് ഇന്നിപ്പോൾ വീണ്ടും ഈ ഒരു ടാർപോളിൻ കെട്ടി കവുങ്ങൊക്കെ നട്ട് അവിടെയാണ് ഒരു ടാർപോളിൻ ചുറ്റി ഇങ്ങനെ ഒരു വീട് വയ്ക്കേണ്ടുന്ന ഒരു അവസ്ഥയിൽ വന്നത്. ഇതൊരു വീടെന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഷെഡാണ്. ഈ ഷെഡ് ഏത് നിമിഷം വേണോ കടലെടുക്കാം. വീണ്ടും 4 വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ നിന്ന് വീട് നഷ്ടപ്പെട്ട് സർക്കാർ പറഞ്ഞ വാടക വീട്ടിലേക്ക് പോയത്. 5500 രൂപ പ്രതിമാസം അന്ന് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ 225 കുടുംബങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വാടക മുടങ്ങിയപ്പോൾ വീണ്ടും തെരുവിലായി ഒരവസ്ഥയിലാണ്. വീണ്ടും ജനിച്ചു വളർന്ന മണ്ണിലേക്ക് വീണ്ടും വന്നൊരു ഷെഡ് വെക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇതുവരെ ഫിഷറീസ് വകുപ്പിന്, മന്ത്രിക്ക് ആർക്കെങ്കിലും കത്തോ അങ്ങനെ പരാതിയോ കൊടുത്തിട്ടുണ്ടോ? ഇവിടെ കൊടുത്തു, നമ്മൾ വില്ലേജിൽ കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് നോക്കാൻ വേണ്ടി ഇതുവരെ മതി. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയി, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, ഇതുവരെ എത്തിയിട്ടില്ല. ഈ ട്രോളിംഗ് ആയതുകൊണ്ട് പണിക്ക് പോകാനും പറ്റുന്നില്ല. ഇല്ല ട്രോളിംഗ് ആയതിന് 31-ാം തീയതി കഴിയണം പോകാൻ വേണ്ടിയിട്ട്. ഈ പഞ്ഞമാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയോ? ഇപ്പോൾ കിട്ടിയില്ല, ഒരു വക നമുക്ക് കിട്ടിയില്ല. എങ്ങനെ ആഹാരമൊക്കെ എങ്ങനെയാ വെക്കുന്നത്? ആഹാരത്തിനുള്ള അങ്ങനെയുള്ള വരുമാനം എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു ഇതേ ഉള്ളൂ, ഒരു മകന്റെ ഒരൊറ്റ വരുമാനം മാത്രമേ ഉള്ളൂ ഈ വീടിനകത്ത്. വേറെ രാവിലെ എപ്പോഴാണ് പണിക്ക് പോവുക? ഞാൻ രാവിലെ ഒരു 6-7 മണിയാകുമ്പോൾ തേയിലയും കുടിച്ചുകൊണ്ട് ഞാൻ അമ്മയായിട്ട് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനായിട്ട് പോകും. പോയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വല്ലതും വേവിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ കിടക്കാനേ പേടിയാണ്. സർക്കാർ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കൂല. സർക്കാർ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണോ നിങ്ങൾ കുളിക്കുന്നതും? ഇതൊക്കെയാണ് നിങ്ങളുടെ ഇത്രയേ ഉള്ളൂ ഈ സ്ഥലം? പള്ളി ടോയ്ലറ്റിലാണ് പോകുന്നത്, കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. പള്ളിയുടെ ശുചിമുറിയിലാണ് പോകുന്നത്? ആ ബാത്റൂമിലാണ് ഞങ്ങൾ പോകുന്നതും പോകുന്നതും ബാത്റൂമിൽ പോകുന്നതും. വെള്ളം ഇവിടെ ഇല്ല. വെള്ളം എവിടെ നിന്ന് എടുക്കുന്നത്? ഇവിടെ പൈപ്പുണ്ട്. ഇത് ഞാൻ ഇവിടെ കമുകെടുത്തിട്ടതിൽ പൊട്ടിപ്പോയതാണ്. ഇത് ജപ്പാൻ കുടി വെള്ളം എന്ന് പറയുന്ന ഒരു ടൈപ്പ് വെള്ളമാണ്. അത് ഫ്രീ ആയിട്ട് ഇട്ടതാണ്. എല്ലാവരും ശുചിമുറി ഉപയോഗിക്കുന്നത് പള്ളിയുടെയാണോ? ഓ, ഞങ്ങൾ എല്ലാവരും അതെയല്ല. മൊത്തം ഞങ്ങൾ അങ്ങനെ പോകണം, പള്ളിയുടെ ബാത്റൂമിൽ തന്നെ പോകണത്. ഭർത്താവിന് എന്ത് പറ്റിയതാ? പൈസ വരെയല്ലേ, ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു. ഒന്നിനും പോകാൻ പറ്റത്തില്ല, ഒരു ജോലിക്കും പോകാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥയിലായി പോയി. ഇവൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോകണത്. സ്ഥലം MLA ആന്റണി രാജു എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ഇല്ല, വന്നില്ല. വന്ന് നോക്കിയിട്ടൊന്നുമില്ല. ആന്റണി രാജു സാർ വന്നിട്ടില്ല, ആരും വന്നിട്ടൊന്നുമില്ല. ഇതുവരെ വന്ന് ഇടപെട്ടിട്ടില്ല. MLA ഇതുവരെ ഇവിടെ വന്ന് നോക്കിയിട്ടൊന്നും ആരും ഇടപെട്ടിട്ടില്ല. പരാതി നൽകിയിട്ടും പരിഹാരമില്ല. ഇപ്പോൾ അധികൃതർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാണ് യഥാർത്ഥ അവസ്ഥ. തീരത്തെ മനുഷ്യരുടെ യഥാർത്ഥ ദുരിതാവസ്ഥ ഇതാണ്. ഇനിയും കണ്ടില്ലെന്ന് പറയരുത്. ഇടപെടണം, പരിഹരിക്കണം. താങ്ക് യു അരുൺ സോളമൻ. മറ്റൊരു വാർത്തയിലേക്ക്.